എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ നമുക്ക് വളരെ പെട്ടെന്ന് അതായത് ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. മാവ് കുഴച്ചും പരത്തിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇതിന്റെ കൂടെ നമുക്ക് കറിയുടെ പോലും ആവശ്യമില്ല കേട്ടോ. വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 നല്ല പഴുത്തിട്ടുള്ള തക്കാളിയാണ്. നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നമ്മൾ ഇതിലേക്ക് നോക്കിയിട്ടെടുക്കാം കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള ഒരു 3 നല്ല പഴുത്ത തക്കാളി തന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി 3 കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിലെ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പരുവത്തിൽ തന്നെ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക. ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അളവിൽ റവയാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വറക്കാത്ത റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ റവയും കൂടെ നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവാണ്. മൈദ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അപ്പം കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/3 കപ്പ് അതായത് ഒരു 1/4 കപ്പിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടുതലുണ്ട് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഒരു 1/3 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 200 ml വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കുകയാണ്. നല്ല പോലെ തന്നെ എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 50 ml വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ ഞാൻ ഒരു റവ അളന്നെടുത്ത ഒരു കപ്പിൽ തന്നെ 250 ml വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ല നല്ല പോലെ തന്നെ നല്ല ഫൈനായിട്ട് ഞാനിവിടെ നിന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റവയുടെയൊക്കെ ഒരു മിക്സ് നമുക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു തക്കാളിയുടെയൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നന്നായിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വറ്റൽമുളക് പൊടിച്ചെടുത്തതാണ്. അത് നമുക്കൊരു 1-2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നമ്മളുടെ ഒരു എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വറ്റൽമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടെടുത്താണ്. അത് നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്കിത് ചുട്ടിട്ടെടുക്കാം. പാൻ അത്യാവശ്യം നല്ല ചൂടായിട്ട് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു 1-1.25 തവിയോളം മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഒരുപാടങ്ങ് പരത്തണ്ട. ഇതുപോലെ നമ്മൾ കട്ടിക്ക് തന്നെ മാവ് ഒഴിക്കണമെന്നില്ല. നമ്മൾ മസാല ദോശയ്ക്കൊക്കെ പരത്തുന്ന പോലെ തീരെ നൈസായിട്ട് മാവ് പരത്തിയിട്ട് വേണമെങ്കിൽ ഇത് ചുട്ടിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ 2 സൈഡൊന്നും മൊരിച്ചിട്ടെടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു അപ്പം പോലെ നമ്മൾ കട്ടിക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാനാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ചെറിയ ചെറിയ ഹോൾസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. ഈ ഒരു മുകൾ ഭാഗത്ത് ഈ ഒരു ഹോൾസ് ഒക്കെ വന്നതൊന്ന് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നെയ്യ് ഇതുപോലെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുക്കായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാത്രം ചില്ലി ഫ്ലേക്സും കൂടെ വേണമെങ്കിൽ വെതറിയിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് മറിച്ചിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ആ ഒരു സൈഡും കൂടെ നല്ലപോലെ തന്നെ മൊരിയിച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതങ്ങ് എടുത്തേക്കാം. ഇതുപോലെ തന്നെ ഒരു 1.25 തവിയോളം മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി എല്ലാം നമുക്കൊന്ന് ചുറ്റിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റവയും തക്കാളിയൊക്കെ വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ആ ഒരു തക്കാളിയുടെ ചൊവയൊന്നും വരുമെന്ന് നിങ്ങൾ പേടിക്കാൻ വേണ്ട കേട്ടോ. തക്കാളിയുടെ ഒരു ചൊവയൊന്നും ഒട്ടും തന്നെ വരത്തില്ല. കാരണം നമ്മളതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നല്ലപോലെ ചേർത്തിട്ടുള്ളതാണ്. കറിയുടെ പോലും ആവശ്യമില്ല. നമുക്കിത് വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും വളരെ സിമ്പിളാണ്. കുറച്ച് സമയത്തിന് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.